ഏതദ് യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവ പ്രളയസ്തഥാ. ഇനി പദച്ഛേദം ശ്രദ്ധിക്കുക. ഏതത് യോനീനി ഭൂതാനി സർവാണി ഇതി ഉപധാരയ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവഃ പ്രളയഃ തഥാ. ഇനി ഇതിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. സർവാണി ഭൂതാനി ഏതത് യോനീനി ഇതി ഉപധാരയ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവഃ തഥാ പ്രളയഃ ച. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഈ ജഗത്തിൽ കാണുന്ന സർവചരാചരങ്ങളും പര അപര എന്നീ പ്രകൃതികളിൽ നിന്നും ഉത്ഭവിച്ചതാണെന്ന് നീ അറിയുക. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. അതിനാൽ സമസ്തമായ ഈ ലോകത്തിൻ്റെ ഉത്ഭവ ലയസ്ഥാനങ്ങളെല്ലാം തന്നെ ഞാൻ തന്നെയാകുന്നു. പരമാത്മാവിൻ്റെ രണ്ടു ഭാഗങ്ങളാകുന്നു ജഡവും ചൈതന്യവും. ഇതാകുന്നു പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.